प्यारे बच्चों, आदाब। आइए आज हम हमारी गज़ल की क्लास शुरू करेंगे। गज़ल आप सब सुने होंगे, है ना? हाँ, तो बताइए गज़ल क्या है? शायद आप लोग कहेंगे कि धीमी ताल में गाया जाने वाला गीत को गज़ल कहते हैं। ठीक है, गज़ल अक्सर धीमी ताल में गाई जाती है, लेकिन ऐसा कहना ठीक नहीं है कि धीमी ताल में गाने वाला गीत को गज़ल कहते हैं। तो फिर गज़ल क्या है? आइए सबसे पहले हम देखते हैं कि गज़ल क्या है। उर्दू में एक ख़ास तरह की शायरी को गज़ल कहते हैं। गज़ल की चंद ख़ास खुसूसियात है। पहले हम उन खुसूसियात को समझने की कोशिश करेंगे। നമുക്കറിയാം, ഗസൽ നമ്മുടെ ഒരു പാഠ്യ വിഷയമാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഗസൽ നമുക്ക് പഠിക്കാനുണ്ട്. ഗസൽ എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. കൂടാതെ നിങ്ങളെല്ലാവരും ഗസലുകൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ എന്താണ് ഗസൽ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താണ് അതിനൊരു ഉത്തരം പറയുക? ഒരു പക്ഷേ നിങ്ങൾ പറയും, വളരെ പതിഞ്ഞ താളത്തിൽ പാടുന്ന ഒരു പ്രത്യേകതരം പാട്ടാണ് ഗസൽ എന്നാണ് ഒരു പക്ഷേ നിങ്ങൾ പറയുക. ശരിയായിരിക്കാം, പലപ്പോഴും ഗസൽ പതിഞ്ഞ താളത്തിലാണ് ആലപിക്കപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം പതിഞ്ഞ താളത്തിൽ പാടുന്ന എല്ലാ പാട്ടുകളെയും നമുക്ക് ഗസൽ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് ഗസൽ? ഗസലിന് ചില പ്രത്യേകതകളുണ്ട്. ഉറുദു കവിതയിലെ പ്രത്യേകതരം കവിതക്കാണ്. ഉറുദു കവിതാ ശാഖകൾ, പലതരത്തിലുള്ള ശാഖകളുണ്ട് ഉറുദു കവിതയിൽ. അതിലൊരു പ്രത്യേകതരം കവിതക്കാണ് ഗസൽ എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രത്യേകതകൾ? നമുക്കത് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ദേഖിയേ, യേ ഏക് ഗസൽ ഹെ. ഇതൊരു ഗസലാണ്. നോക്കുക. रुख से पर्दा हटा दीजिए, चांदनी को सजा दीजिए. तो एक लाइन को, गज़ल के एक लाइन को मिसरा कहते हैं, मिसरा. और दो मिसरे मिलकर एक शेर बन जाता है. ഒരു വരിയെ, നമ്മൾ ഗസലിൻ്റെ ഒരു വരിയെ മിസ്ര എന്ന് പറയുന്നു. രണ്ട് മിസ്രകൾ കൂടി ചേരുമ്പോൾ അതിനെ നമ്മളൊരു ഷേർ എന്ന് പറയുന്നു. ഷേർ കോ ഗസൽ മേ ബഡി അഹമ്യത്ത് ഹോത്തി ഹെ. ഷേറിന്, രണ്ട് വരിക്ക്, അതായത് മലയാളത്തിൽ നമ്മൾ ഈരടി എന്ന് പറയും. രണ്ട് വരികൾ ചേരുമ്പോഴാണ് ഗസലിൻ്റെ ഒരു ഷേർ എന്ന് പറയുന്നത്. ഷേറിന് ഗസലിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് നോക്കാം. रुख से पर्दा हटा दीजिए, चांदनी को सजा दीजिए. हमसे शोहरत मिली आपको, कुछ हमें भी दुआ दीजिए. मेरी तौबा का रखिए भरम, एक नज़र से पिला दीजिए. हरफ यतीम है इश्क के, जितना चाहे बढ़ा दीजिए. എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വരികളിൽ? നമ്മൾ റുബായി പഠിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ റുബായി പഠിക്കുമ്പോൾ രണ്ട് വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? റദീഫ് ഔർ ഖാഫിയ. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ ഗസലിലും വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. ഗസലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ഗസൽ की सबसे
बड़ी ख़ुसूसियत सबसे अहम ख़ुसूसियत है क्या है? നോക്കുക നിങ്ങൾ ഇവിടെ ഒരേ വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ? ദീജിയെ ദീജിയെ. ആദ്യത്തെ ഷെയറിൽ 2 വരിയിലും ദീജിയെ വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ഓരോ ഷെയറിലും നോക്കുക, ഇതാണ് ഒരു ഷെയർ, ഇത് അടുത്ത ഷെയർ, നെക്സ്റ്റ് ഷെയർ, നെക്സ്റ്റ് ഷെയർ. രണ്ടാമത്തെ ഷെയറിൽ ഹംസെ ഷൊഹറത്ത് മിലി ആപ്കോ കുച്ച് ഹമേ ഭി ദുആ ദീജിയെ, ഇവിടെ ദീജിയെ ഉണ്ട് അല്ലേ? രണ്ടാമത്തെ ഷെയറിൽ ആദ്യത്തെ മിസ്രയിൽ ഇല്ല, രണ്ടാമത്തെ മിസ്രയിലുണ്ട്. ഇനി മൂന്നാമത്തെ ഷെയറിൽ നോക്കുക, മേരി തോബാക്ക രഖിയെ ഭറം ഇക് നസർ സെ പിലാ ദീജിയെ. ദീജിയെ എവിടെയുണ്ട്? രണ്ടാമത്തെ മിസ്രയിലുണ്ട്. ഇവിടെയും അവസാനം ഇവിടെ എഴുതിയിരിക്കുന്ന ഷെയറിലും രണ്ടാമത്തെ മിസ്രയിൽ അല്ലേ ദീജിയെ ഉണ്ട്. അപ്പോൾ സെയിം വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ? ആദ്യത്തെ ഷെയറിൽ 2 വരിയിലും പിന്നെ വരുന്ന ഓരോ ഷെയറിൻ്റെയും രണ്ടാമത്തെ വരിയിൽ ആ വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റദീഫ് എന്ന് പറയുന്നത്. റദീഫ്, റിപ്പീറ്റിംഗ് സെയിം വേർഡ് ഓർ വേർഡ്സ്. ഇതിൽ ഒറ്റ വാക്കുള്ളൂ. ചില ഗസലുകളിൽ നമുക്ക് ഒന്നിലധികം വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ റദീഫ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, റദീഫിന് തൊട്ട് മുമ്പത്തെ വാക്കുകൾ നോക്കുക. ഹട്ടാ ദീജിയെ, ഹട്ടാ ദീജിയെ, സസാ ദീജിയെ, ദുആ ദീജിയെ, പിലാ ദീജിയെ, ബഢാ ദീജിയെ. എന്താണ് അവിടെ? അത് ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്, ബട്ട് എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ റദീഫിന് തൊട്ട് മുമ്പുള്ള അത്തരം റൈമിംഗ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഖാഫിയ എന്ന് പറയുന്നത്. ഇപ്പോൾ റദീഫ് ഖാഫിയ മനസ്സിലായിട്ടുണ്ടല്ലോ. തോ ഗസലിൽ എന്താണ് പ്രത്യേകത? ഗസലിൻ്റെ ആദ്യത്തെ ഷെയറിൽ 2 മിസ്രയിലും ആദ്യത്തെ ഷെയറിലെ 2 മിസ്രയിലും എന്തുണ്ട്? റദീഫും ഖാഫിയയും ഉണ്ട്, സെയിം ആണ്. മനസ്സിലായില്ലേ? ഗസൽ കാ पहला शेर के दोनों मिसरे हम रदीफ और हम काफिया होते हैं. गजल के पहले शेर के दोनों मिसरे हम रदीफ और हम काफिया होते हैं. और इस पहले शेर को, गजल के पहले शेर को मतला कहलाता है. समझिए, गजल का पहला शेर जिसके दोनों मिसरे हम रदीफ और हम काफिया होते हैं उसको मतला कहलाता है. और बकिया अशार के പിന്നെ വരുന്ന ഷെയറുകളുടെ दूसरे मिसरे क्या होता है? हम रदीफ और हम काफिया होता है. പിന്നെ വരുന്ന ഓരോ ഷെയറിൻ്റെയും രണ്ടാമത്തെ വരിയിൽ ഈ ആദ്യത്തെ ഷെയറിൻ്റെ അതേ റദീഫും കാഫിയയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു നിയമം അനുസരിക്കുന്ന കവിതകൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ഗസൽ എന്ന് പറയുള്ളൂ. तो गज़ल की सबसे अहम ख़ुसूसियत यह है कि रदीफ़ और काफ़िया. और क्या है? गज़ल के एक शेर, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷെയറിനാണ് വളരെ പ്രാധാന്യം. ഒരു ഷെയറിലെ ആശയത്തിന് एक गज़ल के क्या है? एक शेर में एक ख़याल मुकम्मल होता है. ഒരു ഷെയറിൽ ഒരു ആശയം സമ്പൂർണ്ണമാകുന്നു. കവി ഒരു ഷെയറിൽ എന്ത് ചെയ്യുന്നു? ഒരു ആശയം പൂർണ്ണമായിട്ട് പറയാണ്. और दूसरे शेर के ख्याल को पहले शेर के ख्याल से ताल्लुक़ होना ज़रूरी नहीं. मतलब गज़ल के एक शेर के ख्याल को दूसरे शेर के ख्याल से ताल्लुक़ होना ज़रूरी नहीं. ഗസലുകളിൽ ഓരോ ഷെയറും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഷെയറിലെ ആശയം മറ്റൊരു ഷെയറിലെ ആശയവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കണമെന്നില്ല. വ്യത്യസ്തമായ ആശയങ്ങൾ ഓരോ ഷെയറിലും കവിക്ക് പറയാൻ പറ്റും. तो इसलिए ही गज़ल को एक ख़ास उन्वान नहीं होता. അതുകൊണ്ട് തന്നെ ഗസലിന് ഒരു പ്രത്യേക ഉൻവാൻ, ടൈറ്റിൽ, തലക്കെട്ട് ഉണ്ടായിരിക്കില്ല. ഏത് ഗസൽ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഹെഡിങ് ആയിട്ട് ഗസൽ എന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. और क्या है?
മുഴുവൻ മീനിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല. തൽക്കാലം ഗസൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഒരു ഷെയർ മാത്രം എടുക്കാം. റുഖ് സെ പർദ ഹട്ടാ ദീജിയെ ചാന്ദിനി കോ സജാ ദീജിയെ. റുഖ് സെ പർദ, റുഖ് का माना है फेस, മുഖം. റുഖ് സെ പർദ ഹട്ടാ ദീജിയെ, മുഖത്ത് നിന്ന് പർദ ഒന്ന് മാറ്റൂ, അല്ലെ, മുഖാവരണം ഒന്ന് നീക്കൂ. ചാന്ദിനി കോ സജാ ദീജിയെ, നിലാവിന് ശിക്ഷ നൽകൂ. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കവി വർണ്ണിക്കുകയാണ്. ആരെയോ വർണ്ണിക്കുകയാണ്. ആരെയായിരിക്കും വർണ്ണിക്കുന്നത്? കവി തൻ്റെ ഇഷ്ടപ്പെട്ട ആളെ അല്ലെങ്കിൽ കാമുകിയെ വർണ്ണിക്കുകയാണ്. റുഖ് സെ പർദ ഹട്ടാ ദീജിയെ, മുഖത്ത് നിന്ന് ആ പർദ ഒന്ന് നീക്കൂ, എന്നിട്ട് നിലാവിന് ശിക്ഷ നൽകൂ. നിലാവിന് ശിക്ഷ നൽകൂ എന്ന് പറഞ്ഞാൽ നിലാവിനെ ലജ്ജിപ്പിക്കൂ എന്നാണ് അർത്ഥം. എന്താണ്? നിലാവിനേക്കാളും മനോഹരിയാണ് തൻ്റെ കാമുകി എന്ന്. അല്ലേ, മുഖത്തു നിന്ന് പർദ നീക്കിയാൽ നിലാവ് പോലും ലജ്ജിച്ചു പോകും, അത്രയും മനോഹരിയാണ്. അപ്പോൾ നമുക്ക് ഇസ്സെ ക്യാ മാലൂം ഹോത്താ ഹേ കെ ആം തൗർ പർ ഇഷ്ക് കാ മൗസൂ, आम तौर पर गजल का मौजू इश्क होता है. क्या है? आम तौर पर गजल का मौजू इश्क होता है. പൊതുവെ ഗസലിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പ്രണയമാണ്. और लफ्ज़ गजल का माना ही क्या है? औरतों से बातें करना और उनसे हुस्न इश्क का जिक्र करना है. क्या है? ഔറത്തോ സെ ലഫ്സ് ഗസൽ കാ മാന, ഗസൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഔറത്തോ സെ ബാത്തേം കർണ ഔർ ഉൻകെ ഹുസ്നോ ഇഷ്ക് കാ സിക്ർ കർണ. സ്ത്രീകളോട് സംസാരിക്കുക. എന്തിനെക്കുറിച്ച്? സൗന്ദര്യത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സ്ത്രീകളോട് സംസാരിക്കുക എന്നാണ് ഗസൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. मैंने पहले बताया कि गज़ल के पहला शेर को मतला कहलाता है और गज़ल के आखिरी शेर को भी एक ख़ास नाम है. ആദ്യത്തെ ഷെയറിന് മത്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഗസലിൻ്റെ അവസാനത്തെ ഷെയറിനും ഒരു പ്രത്യേക പേരുണ്ട്. എന്താ അതിന് പറയുക? അതിന് മഖ്ത എന്ന് പറയും. മഖ്ത. യേ ഇസ് ഗസൽ കാ ആഖിരി ഷെയർ നഹി ഹെ. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഗസലിൻ്റെ അവസാനത്തെ ഷെയർ അല്ല, ഇതിന് ശേഷവും ഷെയർ ഉണ്ട്. അവസാനത്തെ ഷെയറിന് എന്താണ് പ്രത്യേകത? ഗസൽ കെ ആഖിരി ഷെയർ കോ മഖ്ത कहलाता है जिसमें शायर अपना तखल्लुस इस्तेमाल करता है. അവസാനത്തെ ഷെയറിൽ, മഖ്ത എന്ന് അറിയപ്പെടുന്ന അവസാനത്തെ ഷെയറിൽ കവി തൻ്റെ തൂലികാ നാമം ഉപയോഗിച്ചിരിക്കും. तो देखिए ये हमारी गज़ल है, हमारी दरसी किताब की गज़ल है. इसके आखिरी शेर देखिए. बैठकर साए गुल में नासिर हम बहुत रोए वो जब याद आया. ഇതിൽ ഒന്നാമത്തെ മിസ്രയിൽ കാണുന്നില്ല, ഇതാ ഇവിടെ നാസിർ എന്ന് കാണാം അല്ലേ. നാസിർ കാസിമി എന്നാണ് കവിയുടെ പേര്. നാസിർ എന്നുള്ളത് തഖല്ലുസ്, അതായത് തൂലികാ നാമമാണ്. അത് എവിടെ വന്നിട്ടുണ്ട്? ഈ അവസാനത്തെ ഷെയറിൽ വന്നിട്ടുണ്ട് അല്ലേ. चलिए हम इस गजल के 2-3 अशआर सुन के देखेंगे. से पर्दा हटा दीजिए, रुख से पर्दा हटा दीजिए, रुख से पर्दा हटा दीजिए, रुख से पर्दा हटा दीजिए, चांदनी को सजा दीजिए, चांदनी को सजा दीजिए.
हमसे शोहरत मिली आपको, हमसे शोहरत मिली आपको, हमसे शोहरत मिली आपको, कुछ हमें भी दुआ दीजिए, कुछ हमें भी दुआ दीजिए, चांदनी को सजा दीजिए, रुख से पर्दा हटा दीजिए, रुख से पर्दा हटा दीजिए, रुख से पर्दा हटा दीजिए, चांदनी को सजा दीजिए, चांदनी को सजा दीजिए। मेरी तौबा का रखिए भरम, मेरी तौबा का रखिए भरम, एक नजर से पिला दीजिए, एक नजर से पिला दीजिए, चांदनी को सजा दीजिए, रुख से पर्दा हटा दीजिए। तो ये है गज़ल की अहम खुसूसियात। मुझे उम्मीद है कि आप ये सब समझे होंगे। देखिए, मशहूर उर्दू शायर और गीतकार यानी लिरिस्ट जावेद अख्तर गज़ल के बारे में क्या कहता है। So, ghazal is like a box of assorted biscuits. You know, within one box you have different kind of biscuits. Some of them salted, some of them are sweet, some are cream biscuits and so on and so forth, but within one box. In ghazal, every couplet means शेर जिसे हम बोलते हैं, शेर is made of two lines. And lines are called misra. एक मिसरा, दूसरा मिसरा. एक शेर, every शेर is complete in itself. It may not have any connection with the शेर earlier or the शेर later. It is a complete statement in itself. So it means ghazal has 6 shares or 7 shares or 10 shares. Each one of them is complete. And it may be different shares, may be on totally different topics. Nothing to do with each other. Then why are they together? How they are together? They are together because one, that they have the same meter, the length of the line. Then they are put together and they are within this club because of the rhyme. Like, I'll give you an example. दिल नाज़ा तुझे हुआ क्या है, आखिर इस दर्द की दवा क्या है. तो the rhyme is हुआ, दवा. This is rhyme. But there is one more thing in it, which is repeated, which is recurring. That is, हुआ क्या है, दवा क्या है. ये क्या है is being repeated. While the rhyme is changing, दवा, हुआ, इधर क्या है same है. This क्या है is called radif. And the rhyme is called kafiya. The first share of the ghazal has rhyme in both the lines. जैसे ये है, दिल नादा तुझे हुआ क्या है, आखिर इस दर्द की दवा क्या है. हमें मुश्ताक और वो बेजार. Now there is no rhyme here. या इलाही ये माजरा क्या है. Again the rhyme comes and the radif comes. So this is the discipline. Now within this discipline, in every share, you can say different things. They may or may not be connected with the earlier or the later. The first share of the ghazal, where the rhyme is in both the lines, is called matla. Matla, in literal sense from dictionary, it means horizon.
So the first sher that has rhyme in both the things is the horizon of ghazal, and after that, because of the meter, because of the rhyme and the same radif, which keeps on coming again and again, they are together. They are clubbed together. These are thoughts, eclectic thoughts and ideas and feelings which are put together. And that is why ghazal has tremendous quotability, because 2 lines will make the complete statement. So, in Indian Parliament, somebody had surveyed it, that whatever poetry has been quoted, almost 90%, maybe a little more, is from Urdu ghazal. Because of its quotability, in 2 lines you can say the complete thing. So that is ghazal. तो एक बार और हम देखेंगे तो गज़ल क्या है। गज़ल उर्दू शायरी का सबसे मशहूर सिन्फ है। ഗസൽ ഉറുദു കവിതയിലെ ഏറ്റവും ജനപ്രിയമായ ഒരു വിഭാഗമാണ്. ലഫ്സ് ഗസൽ का माना औरतों से बातें करना और उनसे हुस्न इश्क का जिक्र करना है. ഗസൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ത്രീകളോട് സൗന്ദര്യത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സംസാരിക്കുക എന്നതാണ്. ഗസൽ കാ കോയി ഉൻവാൻ നഹി ഹോത്ത. ഗസലിന് ഒരു പ്രത്യേക ടൈറ്റിൽ ഉണ്ടായിരിക്കില്ല. ഗസൽ കെ ഏക് ഷേർ മേ ഏക് ഖയാൽ മുക്കമ്മൽ ഹോത്ത ഹെ. ഗസലിൻ്റെ ഒരു ഷെയറിൽ, ഒരു ഈരടിയിൽ, 2 വരിയിൽ ഒരു ആശയം സമ്പൂർണ്ണമാകുന്നു. और एक शेर के ख्याल को दूसरे शेर के ख्याल से ताल्लुक होना ज़रूरी नहीं. ഒരു ഷെയറിലെ, ഒരു ഈരടിയിലെ ആശയത്തിന് മറ്റൊരു ഈരടിയിലെ, മറ്റൊരു ഷെയറിലെ ആശയവുമായി ബന്ധം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഗസൽ കാ മൗസു ആം തോർ പർ ഇഷ്ക് ഹോത്താ ഹെ. ഗസലിൻ്റെ വിഷയം, പ്രതിപാദ്യ വിഷയം കൂടുതലായും അല്ലെങ്കിൽ പൊതുവെ എന്താണ്? പ്രണയം ആയിരിക്കും. ഗസൽ കാ പെഹല ഷെർ മത്ല कहलाता है जिसके दोनों मिसरे हम रदीफ और हम काफिया होता है. ഗസലിൻ്റെ ആദ്യത്തെ ഷെയറിനെ മത്ല എന്ന് പറയുന്നു. അതിലെ 2 വരിയിലും എന്തുണ്ടായിരിക്കും? റദീഫും, ഒരേ റദീഫും കാഫിയയും ഉണ്ടായിരിക്കും. ബക്കിയ തമാം ഷെയർ കെ ദൂസരെ മിസ്രെ ഹം റദീഫ് और हम काफिया होते हैं. അതിനുശേഷം വരുന്ന പിന്നീടുള്ള എല്ലാ ഷെയറിൻ്റെയും 2ാമത്തെ വരിയിൽ അതേ റദീഫും കാഫിയയും ഉണ്ടായിരിക്കും. और इस मक्ते में शायर अपना तखल्लुस इस्तेमाल करता है. ആ മക്തയിൽ, അവസാനത്തെ ഷെയറിൽ കവി തൻ്റെ തൂലികാനാമം ഉപയോഗിച്ചിട്ടുണ്ടാകും. और मिर्ज़ा गालिब, मीर तकी मीर, ख्वाजा मीर दर्द, मोमिन खां मोमिन, दाग दहलवी वगैरह उर्दू के अजीम गज़ल गो शुअरा है. मीर गालिब, दाग, മോമിൻ, ഖ്വാജ മീർ ദർദ് ഇവരൊക്കെ ഉറുദുവിലെ മഹാന്മാരായിട്ടുള്ള ഗസൽ കവികളായിരുന്നു. और गुलाम अली, जगजीत सिंह, पंकज उदास, മെഹദി ഹസൻ, നൂർജഹാൻ ഇവരൊക്കെ തന്നെ അറിയപ്പെടുന്ന ഗസൽ ഗായകരുമാണ്. तो गज़ल में हमको क्या पढ़ना है? गज़ल में हमको हर एक शेर का മഫ്ഹൂം പഠന ഹെ. ഗസലിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഓരോ ഷെയറിൻ്റെയും മഫ്ഹൂം, അതായത് സാരം. ഓരോ ഷെയറിലും കവി എന്താണ് പറയുന്നത്, കവിയുടെ ആശയം എന്താണ്, ആ സാരം എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. तो हमारी गज़ल की दरसी किताब की गज़ल के अशार के मफहूम पर हम अगले क्लास में चर्चा करेंगे. और ये क्लास हम यहाँ ख़त्म करेंगे. ये क्लास നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. और आपके लिए एक सरगर्मी के तौर पर
एक सवाल है। तो सवाल यह है, गज़ल के बारे में आप क्या क्या जानते हैं? एक नोट तैयार कीजिए। गज़ल के बारे में आप क्या क्या जानते हैं? एक നോട്ട് തയ്യാർ കീജിയെ. ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം, ഒരു നോട്ട് തയ്യാറാക്കുക. तो सबको शुक्रिया.